ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടി ആട്ടോ അമ്പലത്തിൽ തൊഴാൻ ഇറങ്ങിയത്. ഇന്ന് ദേവുട്ടിന് പ്ലേ സ്കൂളിലുള്ള കാരണം അവനെ കൊണ്ടാക്കിയ ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോന്നു കേട്ടോ. 10ാം ക്ലാസ്സിലെ പരീക്ഷ ഉള്ള കാരണം ആദൂസിന് ഇടവിട്ടാണ് കേട്ടോ പരീക്ഷയും ക്ലാസ്സൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം ഇന്നില്ലാത്ത കാരണം ആദൂസ് നല്ല ഹാപ്പി ആയിരുന്നേ. അമ്പലത്തിലൊക്കെ ചുറ്റിത്തൊഴുത് പ്രസാദമൊക്കെ തൊട്ട് ഞങ്ങളുടെ അവിടെ നിൽക്കുമായിരുന്നേ. ഞങ്ങളിവിടെ വന്ന ടൈമിൽ പൂരം തീരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കലാശക്കൊട്ടിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങനെ പൂരം അകത്തോട്ട് കയറി ഞങ്ങളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. ഏട്ടനാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയും തട്ടിയും മുട്ടിയും ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ട് മിണ്ടിക്കൊണ്ടാണ് കേട്ടോ വന്നത്. ഈ കൊല്ലം 2 ദിവസം ആനയൂട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പള്ളിവേട്ട ദിവസമായിട്ട് ഇന്നും ആനയൂട്ടുള്ള കാരണം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആനകളൊക്കെ ഇവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട്. മൈക്കിൽ കൂടി ഓരോ ആനകളുടെ പേരും അപ്പം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ തൊടുത്ത് ഞങ്ങൾ വേഗം തന്നെ ഹാലിൻ്റെ സൈഡിൽ വന്ന് നിന്നു കേട്ടോ ആനയൂട്ട് കാണാനായിട്ട്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏട്ടനോടൊന്ന് വീഡിയോയിൽ പോസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ചമ്മലാണ് വീഡിയോയുടെ മുമ്പിലൊക്കെ വരാനായിട്ട്. അത് കാരണമാണ് ഏട്ടൻ അങ്ങനെ വരാത്തത്. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു. ഇപ്പം കുറേശ്ശെ മാറി വരുന്നുണ്ട് കേട്ടോ. ആനയൂട്ട് കാണാനായിട്ട് ഞങ്ങൾ ആൽത്തറയുടെ മുകളിലൊക്കെ കയറിയെന്നാണ്, ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു വിഷമം തീർക്കാനായിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഒരു സൈഡിൽ മാറിയിരുന്ന് ഞങ്ങളത് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സദ്യ കഴിക്കാനായിട്ട്. പോരാ നേരം ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അനുചേച്ചിയാണ്. അങ്ങനെ ചേച്ചിയോട് ഒരുപാട് നേരം വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ളൂ, ടാറ്റാ.